കേരളത്തിൽ വളരെ വിശിഷ്ടമായ പ്രശസ്തമായ ഒരു കുടുംബമുണ്ട്. ചാനൽ ചർച്ച ഏതുമായിക്കോട്ടെ, ഏത് വിഷയവുമായിക്കോട്ടെ, ഏത് ചാനലായിക്കോട്ടെ, ആര് ചർച്ച നടത്തിക്കോട്ടെ, ചർച്ചയ്ക്ക് വിളിച്ചാൽ വരും. വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുക മാത്രമല്ല, അതാത് വിഷയത്തിലെ സ്പെഷ്യലിസ്റ്റായി വേഷം കെട്ടി തന്നെ വരും. രാഹുൽ ഈശ്വർ, ഞാൻ കയ്യില് സ്വസ്തികം കൂടി പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു നേരെ തിരിച്ച് റൈറ്റിന്റെ നെറേറ്റീവോ ഗാന്ധിയൻ നെറേറ്റീവോ ആത്മീയതയോട് കൂടി നന്നായാൽ മതി. അതായത് സുനിതാജി നിൽക്കുന്ന പൊസിഷൻ ഒരു നെഹ്റൂവിയൻ ബ്രാഹ്മണന്റെ പ്രശ്നങ്ങളാണല്ലോ രാഹുൽ ഇത് ഈ സംസാരത്തിൽ. അവിടെയാണ് ആ വാക്ക് കൃത്യമാകണം. ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം രാഹുൽ ഈശ്വറിനാണോ? ഇസ്ലാം നല്ലതാണ്. ബ്രാഹ്മണിക്കൽ ഇല്ലാതെ ബ്രാഹ്മണ്യുണ്ടോ? ബ്രാഹ്മണിക്കൽ ഇല്ലാതെ 100% ഒരു പ്രസംഗം ഓർമ്മയുണ്ട്. രാഹുൽ ഈശ്വറിനെയും കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, രാഹുൽ ദിലീപ് അനുകൂലി എന്ന ബാഡ്ജും വെച്ചാണ് നടന്നിരുന്നത്. ഇടയ്ക്ക് വലത് നിരീക്ഷകനാകും, ചിലപ്പോൾ സാമൂഹ്യ നിരീക്ഷകനാകും. തോളില് ദേശീയ പതാക വെച്ച് വരുമ്പോ ദേശസ്നേഹിയാണ്, തലയില് ഇലാസ്റ്റിക് കെട്ടി വരുമ്പോ അയ്യപ്പ ധർമ്മസേനയാണ്. എന്തിനേറെ പറയുന്നു, ബാബു മല കയറാൻ പോയ വിഷയത്തില് ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും പാറ വിദഗ്ധനോ പൊത്ത അനുകൂലിയോ കയർ നിരീക്ഷകനോ ആയി വരാൻ തയ്യാറുള്ള ആളെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ജെനുവിൻലി ഈ വിശ്വാസ പരിസരത്തെ ആൾക്കാരെ കൂടെ നിർത്താൻ കഴിയും. അത് സന്ദീപ് വാര്യർക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. സന്ദീപ് ആ ലൈൻ എടുത്താ. ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസം. പക്ഷേ വിശ്വാസത്തെ നിരാകരിക്കുന്നില്ല. വിശ്വാസമുള്ളവർക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. അവർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാം, വിശ്വാസം കീപ്പ് ചെയ്യാം. അവരെ നമ്മള് ചൊറിയാനൊന്നും പോകുന്നില്ല. അവരെ ഉപദേശിച്ചു. ആ സ്പേസ് മതി. അതിന് ഇസ്ലാമോ ഫോബിയയും വേണ്ട, ഹിന്ദു ഫോബിയയും വേണ്ട, ക്രിസ്ത്യൻ ഫോബിയയും വേണ്ട. അറിയാൻ മേലായിട്ട് ചോദിക്കാം, താൻ ആരുവാ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? കുറെ കാലമായിട്ട് രാഹുൽ ഈശ്വർ വർഗീയത പറയുകയായിരുന്നു. ഷെഡിയുടെ ഇലാസ്റ്റിക് എടുത്ത് തലയിൽ കെട്ടി രാഹുൽ ഈശ്വറിന്റെ പോലെ നടക്കേണ്ടേ? അത് മതി. ചെയ്യാനാണ് വേറെ.